ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി ചെല്ലുമ്പോൾ കൊലയാളിയാണോ? അവനെ പത്രക്കാരെങ്ങനെ വിശേഷിപ്പിക്കും? കൊലയാളി എന്ന് തന്നെ അല്ലേ? ആടിനെ കൊല്ലുന്നവനും കൊലയാളി തന്നെയല്ലേ? ആളെ അല്ല കൊന്നേന്നുള്ളൂ. മനുഷ്യന് ഭൂമിയിൽ കിട്ടിയിട്ടുള്ള പ്രിവിലേജ് എത്രയാണെന്നറിയും? എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടാ അല്ലെങ്കിൽ കാലിലൊരു ഒടിവ് സംഭവിച്ചാൽ എനിക്ക് ആംബുലൻസ് കിട്ടും, ഡോക്ടർമാരുണ്ട്. അതെവിടെയെങ്കിലും പൊത്തിപ്പോയി കിടന്ന് ത്യാഗം അനുഭവിച്ച് കഷ്ടപ്പെട്ട് മുറിവ് ഉണങ്ങി രക്ഷപ്പെട്ടാൽ അത് വീണ്ടും വേട്ടയാടി ജീവിക്കും. അല്ലാതെ അത് ജീവിതം പഠിച്ചു എന്ന് കഴിക്കൊണ്ട് പിറ്റേ ദിവസം പുല്ല് തിന്നാൻ പോവോ സന്യസിക്കാൻ പോവില്ല. മനുഷ്യനൊരു 6 വയസ്സ് 10 വയസ്സ് വരെ ആ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിൽ അത് ജീവിക്കില്ല. അത് നമുക്കെല്ലാം അറിയുന്നത്. എന്തിനാണ് മനുഷ്യൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കി വച്ചിരിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ വിവേചിച്ച് ചിന്തിക്കേണ്ടത്. മനുഷ്യദൈവം എന്ന് പറയുന്നവരാണ്. സദ്ഗുരു എന്ന് പറയുന്ന ഒരു ഗുരു ലോകം മുഴുവൻ നടന്ന് ഇതിനെപ്പറ്റി ലോകത്ത് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശ്രീ രവിശങ്കർജി ലോകം മുഴുവൻ നടന്ന് അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണെന്നുള്ള ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിൽ കാലാവസ്ഥ വ്യതിയാനമുണ്ട്. ഈ വ്യതിയാനങ്ങൾ നമുക്ക് ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ത്രീയിൽ അതേ കാലാവസ്ഥ വ്യതിയാനമുണ്ട്. അത് 28 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ വ്യതിയാനം ഒരു പുരുഷനിലുണ്ട്. 24 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് സ്ത്രീയും പുരുഷനും പ്രപഞ്ചവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ വലിയ മാജിക് ബിസിനസ്മാനൊന്നുമല്ല, കള്ളത്തരം പറഞ്ഞ് പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ആഗ്രഹിക്കാത്ത ഗുരുജി അപ്പോൾ അവിടെ ഒരു 100 രൂപ അധികം കൊടുത്തു എന്ന് കരുതി കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അധർമ്മിയാണ്. അധർമ്മിക്ക് ഞാൻ 1 രൂപ പോലും എക്സ്ട്രാ കൊടുക്കാൻ പാടില്ല. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ധർമ്മിയായിട്ടുള്ള ഒരാളാണെന്നിരിക്കട്ടെ, എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കുടുംബത്തിന് വയ്യ എന്നുണ്ടെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ ചിലവാക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ ആളെ നോക്കിയല്ല ചിലവാക്കുന്നത്. നേരെ മറിച്ച് മെഡിറ്റേഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ ജീവിക്കാത്ത ഒരാളെ എനിക്ക് ധർമ്മിയായിട്ട് കാണാൻ പറ്റില്ല. അവൻ മത്സ്യമാംസം കഴിക്കുന്നുണ്ടോ? അവൻ ധർമ്മിയല്ല. മദ്യപിക്കുന്നുണ്ടോ? ധർമ്മിയല്ല. വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? ധർമ്മിയല്ല. ഇത് ഞാൻ പറയണതല്ല. പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, ധർമ്മത്തിൻ്റെ രീതി എന്താണെന്ന് പ്രപഞ്ച നിയമമാണ് ഞാനീ പറയണത്. നിങ്ങൾ ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി ചെല്ലുമ്പോൾ കൊലയാളിയാണോ? അവനെ പത്രക്കാരെങ്ങനെ വിശേഷിപ്പിക്കും? കൊലയാളി എന്ന് തന്നെ അല്ലേ? ആടിനെ കൊല്ലുന്നവനും കൊലയാളി തന്നെയല്ലേ? ആളെ അല്ല കൊന്നേന്നുള്ളൂ. ഒരു ജീവിയെ ജീവനില്ലാതെ ആക്കുകയല്ലേ? അത് എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മനുഷ്യന് ഭൂമിയിൽ കിട്ടിയിട്ടുള്ള പ്രിവിലേജ് എത്രയാണെന്നറിയും? എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടാ അല്ലെങ്കിൽ കാലിലൊരു ഒടിവ് സംഭവിച്ചാൽ എനിക്ക് ആംബുലൻസ് കിട്ടും, ഡോക്ടർമാരുണ്ട്, എന്നെ പരിചരിക്കാൻ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്, ഹോസ്പിറ്റലിൽ നേഴ്സുമാരുണ്ട്, മെഡിസിൻ ഉണ്ട്. ഇങ്ങനെ അനേക രീതികളുണ്ട്. ഒരു കാട്ടിക്കിടക്കുന്ന ആനയുടെ കാലിൽ ഒരു മുള്ളുകൊണ്ടു, വലിയൊരു വേലിയിലെ മുള്ളുകൊണ്ടു, അതിൻ്റെ കാല് പുഴുക്കാൻ തുടങ്ങി. ഈച്ച വന്നിരിക്കുക, അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പറ? മറ്റേതെങ്കിലും മൃഗം വന്ന് നക്കി അത് ഉണക്കി കൊടുക്കേണ്ടി വരും. ആനയ്ക്ക് നക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അതാ ഈച്ച വന്ന് അതിന് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് എവിടെ പോയിട്ടിരിക്കും? ഈച്ച വന്ന് ഇരുന്നിട്ട് കഥ പറഞ്ഞിട്ട് പോവല്ല, മുട്ടയിട്ടിട്ട് പോകും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പുഴു, അതിലുണ്ടാവുന്ന കൃമികീടങ്ങൾ ശരീരത്തിലെ പച്ച മാംസം തിന്നും. വേദനയില്ലായി ഒന്നുമില്ല. നിസ്സാര മാസങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ ആ ഈച്ച ഇടുന്ന മുട്ട, അതിലുണ്ടാവുന്ന കൃമികീടങ്ങൾ ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നും. അപ്പോൾ ഈ വേദന സഹിക്കാൻ അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കാതിരിക്കാൻ അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? വല്ല കലക്കവെള്ളത്തിൽ കൊണ്ടുപോയി കാലിടാനേ പറ്റുള്ളൂ അല്ലേ? അതിന് മനുഷ്യൻ്റെ പ്രിവിലേജ് ഉണ്ടോ? വേണ്ട. ഇനി സിംഹമായിക്കോട്ടെ, ആ സിംഹത്തിന് ആനയ്ക്ക് ഒരു കുത്തു വെച്ച് കൊടുത്തു, കാട്ടുപോത്തൊരു കുത്തു വെച്ച് കൊടുത്ത് പള്ളയ്ക്ക് ഒരു കീറൽ കിട്ടി. അമ്മാവൻ്റെ മക്കൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമോ? ഇല്ല. ഭാര്യ വരുമോ? ആരെങ്കിലും സ്ട്രെച്ചറിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ വരുമോ? മരുന്ന് മേടിച്ചു കൊടുക്കുമോ? ഒരു സഹായവും ആരും ചെയ്യില്ല. അതെവിടെയെങ്കിലും പൊത്തിപ്പോയി കിടന്ന് ത്യാഗം അനുഭവിച്ച് കഷ്ടപ്പെട്ട് മുറിവ് ഉണങ്ങി രക്ഷപ്പെട്ടാൽ അത് വീണ്ടും വേട്ടയാടി ജീവിക്കും. അല്ലാതെ അത് ജീവിതം പഠിച്ചു എന്ന് കഴിക്കൊണ്ട് പിറ്റേ ദിവസം പുല്ല് തിന്നാൻ പോവോ സന്യസിക്കാൻ പോവില്ല. പക്ഷേ ആ ജീവിതത്തിൽ ഒരു സൈക്കിളുണ്ട്, അത് മനസ്സിലാക്കി തന്നെ പോകും. മനുഷ്യനിത് പഠിക്കാനുള്ള അവസരം കൊടുക്കണില്ല. പക്ഷെ മനുഷ്യൻ്റെ ജീവിതം വേറെയല്ലേ? മനുഷ്യനൊരു സാമൂഹിക ജീവിയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ സിംഹവും പുലിയും പോലെയല്ലല്ലോ. അത് ജനിച്ച ഉടനെ അതിൻ്റെ കാര്യം നോക്കി പോകും. പക്ഷെ മനുഷ്യനൊരു 6 വയസ്സ് 10 വയസ്സ് വരെ ആ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിൽ അത് ജീവിക്കില്ല. അത് നമുക്കെല്ലാം അറിയുന്ന കാര്യം. എന്തിനാണ് മനുഷ്യൻ അങ്ങനെ ഒരു
അവസ്ഥയിലേക്ക് ആക്കി വച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വിവേചിച്ച് ചിന്തിക്കേണ്ടത്. മനുഷ്യൻ മാത്രം എന്താണ് ജനിച്ചു കഴിയുമ്പോൾ 5 or 6 വയസ്സ് വരെ അതിന് തനിയെ ഓടി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 10 or 18 വയസ്സ് വരെ ബുദ്ധി ഉറച്ചിട്ടില്ല എന്ന് നമ്മൾ പറയും, ഇല്ലേ? അതിന് ശേഷമേ പ്രായപൂർത്തി ആയുള്ളൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്താ മനുഷ്യന് മാത്രം ഇത്രയും പ്രിവിലേജ് കിട്ടാനുള്ള കാരണം? നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രപഞ്ചമാണിത്. ഇതിൽ വേറെ ഒരു ജീവജാലത്തെ നമ്മൾ കാണുന്നില്ല. നമ്മൾ നമ്മളെപ്പോലെയുള്ള ജീവജാലങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റേതെങ്കിലും ജീവജാലങ്ങളെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ജീവിക്കുന്നത്, ഇങ്ങനെയല്ല ചെയ്യണത്. ഞാനൊരാൾ വിചാരിച്ച ഈ ലോകത്തെ മുഴുവൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രഹ്മത്തെ എനിക്ക് നിങ്ങൾക്ക് മുഴുവൻ ഇങ്ങനെ പകർന്നു തന്നുകൊണ്ടിരിക്കാൻ പറ്റും. എൻ്റെ അവസാനം വരെ എനിക്ക് ഈ ലോകത്തിന് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കാം. അന്ന് ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞാൻ പറയണില്ലേ? ഇന്ന് അമൃതാനന്ദമയി അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലേ? പ്രകീർത്തിക്കുന്നവർ കാണും, പുച്ഛിക്കുന്നവർ കാണും, മനുഷ്യദൈവം എന്ന് പറയുന്നവർ കാണും. സദ്ഗുരു എന്ന് പറയുന്ന ഒരു ഗുരു ലോകം മുഴുവൻ നടന്ന് ഇതിനെപ്പറ്റി ലോകത്ത് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശ്രീ ശ്രീ രവിശങ്കർജി ലോകം മുഴുവൻ നടന്ന് അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണെന്നുള്ളത് ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. തസ്മൈ ഗുരുജി ചെറിയ രീതിയിൽ, പറ്റുന്ന രീതിയിൽ, വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാൻ നമുക്ക് മാർഗമില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഏറ്റവും ചെറിയ രീതിയിൽ ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തോ ഉപദ്രവമാണ് ചെയ്യണത്? നമ്മളൊരു ഉപദ്രവം ചെയ്യണില്ല. നന്നായി ജീവിച്ചാൽ ഇവിടുന്ന് മോക്ഷം കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മോക്ഷത്തിനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ 12 അല്ലെങ്കിൽ 20 വർഷം നമ്മൾ വിദ്യാഭ്യാസം നടത്തി, അല്ലെങ്കിൽ 21 വർഷം വിദ്യാഭ്യാസം നടത്തി. നമ്മൾ അതിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത്? ഒരു സ്ത്രീ എന്താണെന്ന് നമുക്കറിയില്ല, ഒരു പ്രപഞ്ചം എന്താണെന്ന് അറിയില്ല, ഒരു പുരുഷൻ എന്താണെന്ന് അറിയില്ല. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുക, ഭൂമിയും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഭൂമിയും സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവർ രണ്ടു കൂട്ടരും ഭൂമിയിലാണ് ജീവിക്കുന്നത്, അതല്ലേ? അല്ല, അതിനപ്പുറത്തേക്ക് ഭൂമി ഒരു സ്ത്രീ സങ്കല്പത്തിലാണ്. എങ്ങനെയാണ്? ഭൂമിയാണല്ലോ നമ്മളെല്ലാം അമ്മയായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ മക്കളാണ് നമ്മളെല്ലാം. ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് അല്ല, ഞാനൊരു സത്യം പറഞ്ഞുതരാം. പ്രപഞ്ചത്തിൽ കാലാവസ്ഥ വ്യതിയാനമുണ്ട്. ഈ വ്യതിയാനങ്ങൾ നമുക്ക് ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ത്രീയിൽ അതേ കാലാവസ്ഥ വ്യതിയാനമുണ്ട്, അത് 28 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ വ്യതിയാനം ഒരു പുരുഷനിലുണ്ട്, 24 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് സ്ത്രീയും പുരുഷനും പ്രപഞ്ചവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം. പ്രപഞ്ചം എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് നന്നായിട്ടും ജീവിക്കാം, ചീത്തയായിട്ടും ജീവിക്കാം. ലോകം മുഴുവൻ ഭാര്യാഭർത്തൃ ബന്ധം തകർന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? പുരുഷനെ സംതൃപ്തിപ്പെടുത്താൻ ഒരു സ്ത്രീയെ കൊണ്ടും പറ്റില്ല, ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ ഒരു പുരുഷനെ കൊണ്ടും പറ്റില്ല. കാരണം പ്രപഞ്ച നിയമം അറിയില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതിനെയാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം? പ്രപഞ്ചത്തെയാണ്. കാരണം മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ നമുക്കറിയാം, ആ വർഷക്കാലം തുടങ്ങിയിട്ടൊന്നും ഒരു കാലം തുടങ്ങി എന്നാണ് പറയണത്, അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാവും പ്രപഞ്ചത്തിലുള്ള വ്യതിയാനത്തെ ഇങ്ങനെ കണ്ട് 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 മനസ്സിലാക്കി പോകും. അപ്പോൾ ഇന്ന സമയം പോലെ ഇന്ന സമയം വരെ വർഷമാണ്, ഇന്ന സമയം പോലെ ഇന്ന സമയം വരെ വസന്തമാണ്, ഇന്ന സമയം പോലെ ഇന്ന സമയം വരെ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. ഇത് നമുക്കറിയാം. ഒരു സ്ത്രീയിലും ഇതേ ഗ്യാപ്പിൽ തന്നെ അവരുടെ ശരീരത്തിൽ ഈ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പുരുഷനെ പോലെയല്ല. നമ്മൾ ഇന്ന് ഈ നിമിഷം പൂർണ്ണ സന്തോഷവാനാവുന്ന ഏത് പ്രവൃത്തി ചെയ്തോട്ടെ, നാളെ ഇതേ സമയമാകുമ്പോൾ വീണ്ടും നമുക്കത് വേണം. ഇതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പുരുഷനും പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. ഇത് മൂന്നും മനസ്സിലാക്കുന്ന ഒരുത്തനാണ് ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ അനുഭവിച്ചറിഞ്ഞവനാണ്. അപ്പോൾ എനിക്ക് വട്ടായിട്ട് പറയണതാണ് അല്ല, ഞാൻ പ്രപഞ്ചം എന്താണെന്നും ഈ ഭൂമി എന്താണെന്നും ഒരു സ്ത്രീ എന്താണെന്നും പുരുഷനായ ഞാൻ എന്താണെന്നും അനുഭവിച്ച് മനസ്സിലാക്കി അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരാണിനെ സംബന്ധിച്ച് 1000 കല്യാണം കഴിച്ചാലും അവനിങ്ങനെയൊക്കെ തന്നെ പിന്നെയും ജീവിക്കും, അവന് മതിയാവില്ല. പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നല്ല ഒരു ഭർത്താവിനെ കിട്ടിയാൽ ആ ഭർത്താവിൽ അവളുടെ അച്ഛനെയും കാണാൻ പറ്റണം, അവൾക്ക് അവളുടെ സഹോദരനെയും കാണാൻ പറ്റണം, അവൾക്ക് അവളുടെ ഗുരുവിനെയും കാണാൻ പറ്റണം. അങ്ങനെ ഒരു ഭർത്താവിനാവാൻ പറ്റിയാൽ അവൾ ആ ഒറ്റ ഭർത്താവിൽ ജീവിക്കും. അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് ഈ പശുവിനെ കുറ്റിയടിച്ച് കെട്ടിയ മാതിരി അവിടെ ജീവിക്കും.
ജീവിക്കും. ഒരു നല്ല ഭാര്യയായിട്ടായിരിക്കില്ല ജീവിക്കുന്നത്, ഹോമിച്ച് അങ്ങനെ അങ്ങ് ജീവിതം തീർത്ത് കളയും. ഒരു പുരുഷനൊരു സ്ത്രീ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? വേറെ ആരെയല്ല, സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത മൂളയില്ലാത്ത മനുഷ്യനോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ? നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, മൈക്കെടുത്ത് വെളിയിലേക്ക് ഇറങ്ങും, ഭാര്യയെ പറ്റി ചോദിക്കുക. സകല എണ്ണങ്ങളും വാ തുറന്നാൽ ഭാര്യയുടെ കുറ്റേ പറയുള്ളൂ. ആണോ അല്ലയോ? സ്വന്തം അമ്മ നൽകിയതിനേക്കാൾ കൂടുതൽ ഭാര്യ നിങ്ങൾക്കൊക്കെ തരണില്ലേ? ഈ ഓരോ വ്യക്തികൾക്കും തരണില്ലേ? സ്വന്തം ഭാര്യയെ പറ്റി നല്ല രീതിയിൽ പറയുന്ന എത്രയോ. ഞാനതല്ല പറയണത്. ഇവിടെ കൂടുതലും ഇപ്പൊ ഡിവോഴ്സും മോശമല്ലേ നടക്കണത്. നല്ലത് പറയുന്നവർ ഇതിനകത്ത് പെട്ടിട്ടില്ല. പക്ഷെ അത് കാലഘട്ടത്തിന്റെ മാറ്റമല്ലേ. ഇപ്പോൾ എല്ലാത്തിലും ഒതുങ്ങി ജീവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക്, ഇപ്പോൾ മനുഷ്യർ മോണോപോളിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ഒരു ആൾ വേണം അല്ലെങ്കിൽ 2 പേര് വേണം. മനുഷ്യന് ഇന്നേ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല മനുഷ്യൻ്റെ അത് എങ്ങനെയാണ് ജീവിത ശൈലി എന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ശാസ്ത്രം കണ്ടെത്തിയില്ലാത്ത കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്തോരം കാര്യങ്ങൾ ശാസ്ത്രം ഇതുവരെ കണ്ടുവെത്താത്തത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചേക്കണല്ല ഞാൻ ഈ പറയണത്. നിങ്ങൾക്ക് പോയി ചകഞ്ഞ് നോക്കാം ഞാൻ പറയുന്ന കാര്യം ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേട്ട് പറയണതാണോ. എന്നും പുതുമ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എവിടെ നിന്നാണ് കിട്ടണത്? ഒരു സ്ഥലത്തും കിട്ടാത്ത സാധനം നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണ്ടേ? പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റമില്ല. അവർക്കൊരു ഫ്രീഡം വരുന്നത് കൊണ്ടല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ളതിൻ്റെ പുറകെ പോകാനും അവർക്ക് കഴിയുന്നത്. നമ്മുടെ ഇഷ്ടം മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണെന്നാണോ നിങ്ങൾ പറയണത്? ഇന്ന് പല ഡൈവോഴ്സുകളും നടക്കുന്ന 2 പേരും കൂടി ആലോചിച്ചിട്ടില്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പം ജെൻസി ഉണ്ട്, ആൽഫയുണ്ട്. ഇപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പുകളുടെ പേരുകൾ പോലും നമുക്ക് പറയാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ പല ഷിപ്പുകളാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കാലഘട്ടത്തിൻ്റെ മാറ്റമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോവുകയല്ലേ വേണ്ടത്. കാലഘട്ടത്തിൻ്റെ മാറ്റമല്ല, എക്സ്പെരിമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പക്വതയില്ലാത്ത ജീവിതത്തിലൂടെ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എന്താണെന്നറിയോ? ഡിപ്രഷൻ. ഇതാണ് സംഭവിക്കാൻ പോണത്. ഡിപ്രഷനായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ സമൂഹം ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കേരളം എത്ര മനോഹരമായിരുന്നു. നമ്മൾ കേട്ടിട്ടെങ്കിലുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ പോലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് തമ്മിൽ ഇത്രയും വർഗീയത ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? ഇന്ന് അവസ്ഥ എന്താ? ഇന്ന് ഒരു സാധനം മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുടെ പേരെന്താ, ആളുടെ ഏത് ജാതിയാണ്, എന്താണെന്നൊക്കെ നോക്കിയിട്ട് മേടിക്കണമെന്നാണ് ആത്മീയ ഗുരുക്കന്മാർ പോലും പറയണത്. ആണോ അല്ലയോ? അതെ. കാരണം എന്താ? അവൻ തന്നെ 2 തട്ടിലാക്കി സാധനം വിൽക്കുക. അമ്പലത്തിലേക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെ വൃത്തികെട്ടവണാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിന് വേണ്ടിയിട്ടുള്ള സാധനത്തിൽ വേറെ എന്തെങ്കിലും ചേർത്ത് വെച്ച് കൊടുക്കുക. ഇത് മനുഷ്യന് ചേർന്ന രീതിയാണോ? ഇന്ന് ഈ എല്ലാവരും എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അവരൊക്കെ മറന്നുപോയി. ഞാനും നിങ്ങളും ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനി എല്ലാം ഏതെങ്കിലും ഒരു അമ്മയുടെ ഉള്ളിൽ ആരോ കൊടുത്ത ഒരു ദാനത്തിൻ്റെ ഭാഗമായി അവിടെ കിടന്ന് നമ്മൾ മല്ലടിച്ച് ജീവിച്ച് വളർന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഹിന്ദുവായി, പിന്നെ കുറേ മുസ്ലിമായി, പിന്നെ കുറേ പാഴ്സിയായി, കുറേ ജൂതനായി ഒക്കെ കൂട്ടുകൂടി അടിച്ച് തമ്മിത്തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്നിനും ഒന്നിനെ പറ്റിയിട്ടൊരു അറിവുമില്ല. ജ്ഞാനം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. പുസ്തകം വായിക്കുന്നത് ജ്ഞാനമാണെന്ന് ഓർത്തിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. എഴുതുന്നവൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ അനേകം എഴുത്തുകാരെ കണ്ടിട്ടുണ്ട്. ആ എഴുതുന്നവനൊക്കെ ഉണ്ടല്ലോ, വീടിൻ്റെ ടേബിളിൽ നിറച്ച് പുസ്തകം കിടക്കുക. പണ്ട് ടെക്നോളജി ഇല്ലാതിരുന്ന കാലങ്ങളിൽ ബുക്ക് വായിച്ചിട്ട് അതിലെ സാധനങ്ങൾ കോട്ട് ചെയ്ത് പറയുക എന്നുള്ളത് വലിയ സംഭവങ്ങളായിരുന്നു. ഇന്ന് ടെക്നോളജി വളർന്നു. ഇന്ന് നോളജിൻ്റെ പിന്നാലെയാണ് ആളുകൾ പോണത്. ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്ന കൊച്ചു കേരളത്തിൽ കിടക്കുന്ന കുറേ ജനങ്ങൾ ഇൻഫർമേഷൻ്റെ പിന്നാലെ പോയി എന്തൊക്കെയോ പറയുക. അങ്ങ് അകലെ കിടക്കുന്ന ഇംഗ്ലീഷുകാരൊക്കെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി സ്പിരിച്വാലിറ്റിയുടെ പിന്നാലെ അന്വേഷിച്ച് ഇറങ്ങി തുടങ്ങി. അവർ പേര് മാറ്റി വേറെ സാധനങ്ങളിട്ട് അവർ സാധനം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ആത്മീയതയെ അവർ വളർത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ വളർത്താന്നുള്ളത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയത കൂടുതലുള്ളത് കേരളത്തിലെങ്ങും ആത്മീയതയില്ല.
ആത്മീയ ഗുരുക്കന്മാർ ഗുരുക്കന്മാർ അന്നുണ്ട് ഇന്നുണ്ട്, അത് എന്നും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് കേരളത്തിലാണ്. ക്ഷേത്രത്തിനൊന്നും ആത്മീയത ഉണ്ടായിട്ടല്ലല്ലോ, ഇതെല്ലാം കച്ചവട കേന്ദ്രങ്ങളല്ലേ. ആത്മീയതയാണെന്നുണ്ടെങ്കിൽ ശബരിമലയും സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കച്ചവടം നടക്കുന്ന ആത്മീയ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമല്ലേ? അതല്ലല്ലോ, കച്ചവടം അല്ല അത്. ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുന്നത് നിസ്വാർത്ഥമാണ്. നിസ്വാർത്ഥതയിൽ നിന്നാണ് ആത്മീയത വരുന്നത്.